സ്റ്റാഫിൻ്റെ മാനസികാവസ്ഥേനെയാണ് നമ്മൾ ഔട്ട്കമാക്കി മാറ്റുന്നത്. അതെ, അല്ലാതെ അവൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെയൊന്നുമല്ല. ഫിസിക്കലി ഇത്തിരി ഫിറ്റ്നസ് ഇല്ലെങ്കിലും മാനസികമായ നല്ല ശേഷിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പെർഫോമൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുക, അവനെ നന്നായിട്ട് പ്രചോദിപ്പിക്കുക. അവൻ്റെ ഉള്ളിലെ കഴിവ്, ദൈവികമായ കഴിവിനെ ഇങ്ങോട്ട് പുറത്തെടുക്കാൻ ഈ ലീഡർക്ക് കഴിവുണ്ടാവുക. അതിനെന്ത് വേണം? റെക്കഗ്നൈസ് ചെയ്യണം. അവനെ സമയാസമയത്ത് നീ ചെയ്ത് വളരെ നന്നായി, ആ സമയത്ത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. സമയത്ത് കൊടുക്കുന്നതിനാണ് അപ്രിഷിയേഷൻ, റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ അവാർഡ്, റിവാർഡ് എന്നൊക്കെ പറയാം. സമയം തെറ്റി കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? സംരംഭകൻ ഏറ്റവും കൂടുതൽ തലവേദന, ഹെഡേക്ക് നേരിടുന്ന ഒരു വിഷയമാണല്ലോ ഈ സ്റ്റാഫും ടീം മാനേജ്മെൻറ്റും. അപ്പോൾ ഈ സ്റ്റാഫിനെ വളരെ എഫക്റ്റീവായിട്ട്, വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം? സ്റ്റാഫ് തന്നെയാണ്, ടീം തന്നെയാണ് ഒരു സംരംഭം. കാരണം ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇയാളെ ആശയങ്ങളോ ആദർശങ്ങളോ ഒക്കെ ഇയാളെ മനസ്സിൽ കിടക്കാനല്ല, അത് പ്രാവർത്തികമാക്കി റിസൾട്ട് തരുന്നത് ആരാണ്? ഔട്ട്കം തരുന്നത് ചിലപ്പോൾ റവന്യൂ ആയിട്ടും സെയിലായിട്ടും എല്ലാം തരുന്നത് ടീമാണ്. അപ്പോൾ ആ ടീമിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റാഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിലൊക്കെ പ്രവാസ ലോകത്തും കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ വിചാരിക്കുന്ന ഒരു സ്റ്റാഫിനെയൊക്കെ കിട്ടാൻ വളരെ ഭാഗ്യമാണ്. അപ്പോൾ കിട്ടുന്നവനെ വെച്ച് നമ്മൾ പോകേണ്ടി വരികയാണ്. അവിടെ നമ്മൾ അവരെ വളർത്തിയെടുക്കാൻ വളരെ ശ്രദ്ധിക്കുകയും നമ്മളെ കിട്ടിയ ആളുകളെ മുത്തുപോലെ പരിപാലിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കുകയും വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. അതിന് ആശയവിനിമയത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവരുത്. അത് എന്താ പറയാന്നറിയോ? തെറ്റുകളേക്കാൾ തെറ്റിദ്ധാരണയാണ് ബന്ധങ്ങൾ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത്. തെറ്റ് ചിലപ്പോൾ നമുക്ക് മാപ്പ് പറയാം. തെറ്റിദ്ധാരണ ഒരിക്കലും മാറില്ല. ആശയക്കുഴപ്പമുള്ള ആശയവിനിമയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക, അത് മുറിഞ്ഞ കമ്മ്യൂണിക്കേഷൻസ് ആകുക വെച്ചാൽ പ്രശ്നം തന്നെ. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ. അതുപോലെ തന്നെ നല്ല കാര്യക്ഷമമായ ഒരു നേതൃപാടവം, എഫക്റ്റീവ് ലീഡർഷിപ്പ്, എഫിഷ്യൻറ്റ് ലീഡർഷിപ്പ് എന്ന് പറയും. ആ ഒരു ലീഡർഷിപ്പ് നമ്മളവിടെ കാണിച്ചേ പറ്റൂ. അതിന് കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ പറയാനുണ്ട്, അതെല്ലാം കൂടെ ഇവിടെ പറയാൻ പറ്റില്ല. ആ ലീഡർഷിപ്പ് എഫക്റ്റീവ് ആവാൻ കുറേ കാര്യങ്ങളുണ്ട്. അത് ആ രീതിയിൽ വരുമ്പം മാത്രമേ നമുക്ക് അതായത് ലീഡർഷിപ്പ് എന്ന് പറയുമ്പം അതായത് സംരംഭകനെ കണ്ടിട്ടാണല്ലോ സ്റ്റാഫ് മോഡലാക്കുന്ന സംരംഭകനാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതിലാണല്ലോ ലീഡർഷിപ്പ് കിടക്കുന്നത്. അത് റോൾ മോഡലാണ്. അതെ, ഇയാളൊരു റോൾ മോഡലും കൂടെയാണ്. ഇയാളെ അനുകരിക്കാനും ഇയാളെ നോക്കി പകർത്താനും ടീമങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അതെ, അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഘടകം അല്ലെങ്കിൽ ടീമും ഇതേപോലെ തന്നെ റൂട്ട് മാറിപ്പോവും. അവർ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഈ ഓൺട്രപ്രണർ അയാളൊരു ലീഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയോചിതമായി, സമയബന്ധിതമായി, സമയാസമയത്ത് കൊടുക്കേണ്ട പരിശീലനം, ട്രെയിനിങ് കൊടുക്കണം. അവരെ ഡെവലപ്പ് ചെയ്യണം, അവരെ ഉയർത്തിക്കൊണ്ടുവരണം, അഭിവൃദ്ധിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഇയാൾ നിതാന്ത ജാഗ്രതായ സമീപനമാണ്, ഗൗരവമാണത്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ്, വർക്കിനേക്കാൾ എത്രയോ മേലെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് തന്നെ മനസ്സും ആത്മാവും ശരീരവും എല്ലാം കൂടി ഇട്ട് ജീവാർപ്പണം ചെയ്യുന്നതിന് ആ പെർഫോമൻസ് എന്ന് പറയും. വർക്ക് എന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി. അപ്പോൾ പെർഫോമറെ ആ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ, വിലയിരുത്താൻ കൃത്യമായ ഇടവേളകളിൽ അത് നമ്മൾ സമയബന്ധിതമായ ഫീഡ്ബാക്കിലൂടെ ഇവാലുവേറ്റ് ചെയ്ത് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടടുത്ത് അപ്രിഷ്യേറ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ സാൻഡ്വിച്ച് അപ്രോച്ച്, നമ്മൾ മറ്റൊരു വീഡിയോ പറഞ്ഞു, സാൻഡ്വിച്ച് അപ്രോച്ച് മാത്രം ആ സ്റ്റൈലിലെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവരെ കയ്യിലെടുക്കാനും അവരെ തിരുത്താനും പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഈഗോ ഹർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഗുണം ദോഷമായിട്ടാണ് ബാധിക്കുക. നമ്മൾ നല്ല ഗുണത്തിലായിരിക്കും പറയുന്നത്, ഗുണകാംക്ഷയിലായിരിക്കും അവനോട് തിരുത്തുന്നത്. അവൻ നേരെ ഒരു പ്രതികാരത്തോടു കൂടിയായിരിക്കും കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. നമുക്ക് നേരെ ഗുണഫലത്തിന് പകരം വിപരീത ഫലം ഉണ്ടാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ പെർഫോമൻസ് പറഞ്ഞല്ലോ, അപ്പോൾ പെർഫോമൻസ് ബോണസ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്, നമ്മളൊരു ഡിലേഡ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും ആ പെർഫോമൻസ് ഉണ്ടായ ആ മൊമെൻറ്റിൽ തന്നെ കൊടുക്കുമ്പോൾ വലിയ റിസൾട്ട് ഉണ്ടായതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കുറിച്ച് തീർച്ചയായിട്ടും സ്റ്റാഫിൻ്റെ മാനസികാവസ്ഥേനെയാണ് നമ്മൾ ഔട്ട്കമാക്കി മാറ്റുന്നത്. അതെ, അല്ലാതെ അവൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെയൊന്നുമല്ല. ഫിസിക്കലി ഇത്തിരി ഫിറ്റ്നസ് ഇല്ലെങ്കിലും മാനസികമായ നല്ല ശേഷിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പെർഫോമൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുക, അവനെ നന്നായിട്ട് പ്രചോദിപ്പിക്കുക. അവൻ്റെ ഉള്ളിലെ കഴിവ്, ദൈവികമായ കഴിവിനെ ഇങ്ങോട്ട് പുറത്തെടുക്കാൻ ഈ ലീഡർക്ക് കഴിവുണ്ടാവുക. അതിനെന്ത് വേണം? റെക്കഗ്നൈസ് ചെയ്യണം. അവനെ സമയാസമയത്ത് നീ ചെയ്ത് വളരെ നന്നായി, ആ സമയത്ത് പറഞ്ഞത് വളരെ കറക്റ്റാണ്.
സമയത്ത് കൊടുക്കുന്നതിനാണ് അപ്രിഷിയേഷൻ, റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ അവാർഡ്, റിവാർഡ് എന്നൊക്കെ പറയാം. സമയം തെറ്റി കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഓരോരുത്തരെ പിടിച്ച് ടീം ബിൽഡ് ചെയ്യുക. ടീം ബിൽഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു സിനർജി, എനർജി പ്ലസ് എനർജി എന്ന് പറഞ്ഞാൽ 2 എനർജി എന്നല്ല, അല്ലെങ്കിൽ 2 പേരുടെ എനർജി എന്നല്ല പറയുക, അതൊരു സിനർജിയാണ്. അതിപ്പോൾ മോർ ദാൻ 11 ആവും. 1+1 2 അല്ല, അത് ചിലപ്പം 11 അല്ല, 111 അല്ല, 1111 അല്ല. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഭവത്തിനാണ് സിനർജി എന്ന് പറയുക. അത് ടീം ബിൽഡ്, അതാണ് ടീം ബിൽഡിങ് വരുന്നത്. ആ ടീം ബിൽഡിങ്ങിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ അവരിലേക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും. അവരെ ഡെലിഗേഷൻ പഠിപ്പിക്കാൻ പറ്റും, അല്ലേ? ഒരു കാര്യം ഇന്ന ആൾ ഇന്ന രീതിയിൽ അസൈൻമെൻറ്റ്സ് അവരുടെ പ്ലേസ്മെൻറ്റിനനുസരിച്ച്, അപ്പോൾ അവരെ പിന്നെ CV യും റെസ്യൂമേയും വാങ്ങുന്ന അവിടെ നിന്ന് നമ്മൾ അത് ഫിൽട്ടർ ചെയ്യുന്നു. ആ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ ഓൺ കോൾ ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതിനുശേഷം ഓൺലൈനിൽ സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ ആയിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം പോലും നമ്മൾ അവർക്കൊരു ടാസ്ക് കൊടുത്ത് പരിശോധിക്കുന്നു, അല്ലേ, അവരെ ടെസ്റ്റ് ചെയ്യുന്നു. ട്രസ്റ്റ് ഉണ്ടോ എന്ന് അവരുടെ ജീവിത വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ച് പോലും പഠിക്കുന്നു. ട്രസ്റ്റും എബിലിറ്റി ആണല്ലോ, ട്രസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ജീവിത വൃത്തങ്ങളിൽ അടുത്ത് പോയി പഠിക്കേണ്ടി വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എബിലിറ്റി നമുക്കിതുപോലെ അസൈൻമെൻറ്റ്സ് കൊടുത്ത് ടെസ്റ്റ് കൊടുത്ത് നമുക്കുണ്ട്. എന്നിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. പ്ലേസ്മെൻറ്റ് കൊടുത്താൽ ഇൻഡക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ അസൈൻമെൻറ്റ്സ് കൊടുക്കുന്നു. അതിനനുസരിച്ച് അവർ പ്ലേസ്മെൻറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു വലിയ പ്രോസസ്സല്ലേ ഇത്? അപ്പോൾ ഇവരെ സമയച്ചടക്കം വളരെ, ടൈം മാനേജ്മെൻറ്റ് വളരെ അടിസ്ഥാനപരമായി പഠിപ്പിക്കണം. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകൾ, പരസ്പരമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവർക്കുള്ള പ്രശ്നങ്ങൾ, ഇവരും മാനേജ്മെൻറ്റ് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇഷ്ടം പോലെ. മനുഷ്യരല്ലേ? അവിടെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് വളരെ മനോഹരമായി പരിഹരിച്ച് കാണിച്ചു കൊടുക്കണം. പ്രസംഗിച്ചല്ല, പരിഹരിച്ച് കാണിച്ച് തന്നെ നമ്മൾ കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സിസ്റ്റമായിട്ട് അവർക്കൊരു വർക്ക് കൾച്ചറും വർക്ക് പ്ലേസിലുള്ള കൾച്ചറും, വർക്കിനൊരു കൾച്ചറുണ്ട്, വർക്ക് പ്ലേസിലൊരു കൾച്ചറുണ്ട്. ഇങ്ങനെ ഒരു പുതിയ സംസ്കാരത്തിലേക്കും പുതിയ രീതിയിലേക്കും ആ സമ്പ്രദായത്തെ, വ്യവസ്ഥയെ ഒരു സംരംഭത്തിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഒരു വലിയ മനോഹരമായ സ്റ്റാഫ് മാനേജ്മെൻ്റ് ആവുന്നത്. അതെ, ഇപ്പോൾ ഈ വർക്ക് പ്ലേസ് കൾച്ചർ പറഞ്ഞല്ലോ, അതായത് ഇപ്പം പുതിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സാലറിയേക്കാൾ ഉപരി അവർ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറും വർക്ക് ചെയ്യുന്ന ഏരിയയൊക്കെ വളരെ പ്രധാന ഘടകമാണല്ലോ. വളരെ പ്രധാന ഘടകം. അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അതെ, അവരുടെ പെർഫോമൻസിനെ അത് നേരിട്ട് ബാധിക്കും, ഡയറക്റ്റായിട്ട്. ഇപ്പോൾ വളരെ ചെറിയ രീതിയിൽ പാട്ടുകളൊക്കെ വെച്ചിട്ട്, അല്ലേ, സംഗീതം വെച്ചിട്ട്, അതുപോലെ അരോമ തെറാപ്പി, നല്ല സുഗന്ധങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ അരോമ തെറാപ്പിയാണത്. അതുപോലെ തന്നെ മ്യൂസിക് തെറാപ്പിയാണത്. ഇതൊക്കെ തെറാപ്പികളാണ്. അവർക്ക് ഇഷ്ടം പോലെ ശുദ്ധവെള്ളം കുടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു കോഫിയോ ടീയോ അവർ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അവർ കോർണറിൽ പോയിട്ട് ഒരു പാൻട്രിയിൽ അത് ഉണ്ടാക്കി ഇഷ്ടം പോലെ കുടിക്കാൻ, കഴിക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്യാൻ, അല്ലേ? അതുപോലെ ഇൻഡോർ ഗെയിംസുകൾ, അവർ റിലാക്സേഷൻ, ഒരു മെഡിറ്റേഷൻ കോർണറുകൾ, ഇങ്ങനെ അവർക്ക് ഇൻട്രാക്ട്, ചാറ്റ് ചെയ്യാൻ, പരസ്പരം ഫേസ് ടു ഫേസ് ചാറ്റ് ചെയ്തൊന്ന് എൻ്റർടൈൻമെൻറ്റ് മൂഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോർണറുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വർക്ക് കൾച്ചർ കുറച്ചൊരു കാഷ്വലായി മാറിയിട്ടുണ്ട്. ഫോർമൽ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു കാഷ്വലായി ഒതുക്കിയിട്ട് ടൈറ്റ് ചെയ്തിട്ട് ആ വർക്ക് ഡൺ ആക്കുന്ന പഴയ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ എത്രയോ റിലാക്സ് ആയില്ലേ? കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിക്ക് പ്രോസസ്, ക്രിയേറ്റീവായിട്ടും വളരെ റിലാക്സബിൾ, അങ്ങനെയായി ആ മൂഡിലേക്ക് വന്നു.